കേരള ഭരണകൂടത്തെയും രാഷ്ട്രീയ അണിയറകളെയും ഒരുപോലെ ഉലയ്ക്കുന്ന നിർണായകമായ ഒരു നിയമ രാഷ്ട്രീയ നീക്കത്തിനാണ് സംസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അന്തരിച്ച ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് വിട്ടുകൊണ്ടുള്ള സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ CBI ശുപാർശ ഉത്തരവ് പുറത്തിറങ്ങുകയാണ്. ഭരണമാറ്റത്തിനു ശേഷം പുതിയ സർക്കാർ CBIക്ക് വിടുന്ന ആദ്യത്തെ കേസ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. എന്നാൽ ഈ നീക്കത്തിനെതിരെ ശക്തമായ വിയോജിപ്പും എതിർപ്പുമായി CPM രംഗത്ത് വന്നതോടെ ഇതൊരു കേവല ക്രമസമാധാന പ്രശ്നം എന്നതിനപ്പുറം സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംവാദമായി പരിണമിച്ചിരിക്കുകയാണ്. സത്യം പുറത്തു കൊണ്ടുവരണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യവും രാഷ്ട്രീയമായ പ്രതിരോധങ്ങളും നേർക്കുനേർ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനത്തിന്റെ കാതലിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കൃത്യമായ ചില ഭരണഘടനാപരവും തന്ത്രപരവുമായ വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ണൂർ ടൗൺ പോലീസ് നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഗുരുതരമായ 13ഓളം വീഴ്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചതും തുടർ അന്വേഷണ ഉത്തരവ് സമ്പാദിച്ചതും. കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതിഭാഗത്തിന്റെ ശ്രമമാണിതെന്ന് ആരോപണങ്ങൾ ഉയരുമ്പോഴും കേസിൽ ഏകപ്രതിയായ PP ദിവ്യക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളിലും പോലീസ് വരുത്തിയ അപാകതകൾ തിരുത്തപ്പെടണമെന്നത് നിയമപരമായ അനിവാര്യതമാണ്. CBIയുടെ വരവ് കേസിന്റെ അന്വേഷണ സ്വഭാവത്തെയും ഗുണനിലവാരത്തെയും പൂർണ്ണമായി മാറ്റുമെന്നിരിക്കെ കേന്ദ്ര ഏജൻസിയുടെ നിലപാട് ഈ കേസിൽ അതീവ നിർണായകമാകും. ഒരു സംസ്ഥാനത്തിന്റെ സിവിൽ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ദുരൂഹ വിയോഗം കൈകാര്യം ചെയ്യപ്പെടുന്ന രീതി പൊതുഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. പോലീസ് സംവിധാനങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇത്തരം പ്രത്യേക അന്വേഷണങ്ങൾ പൊതുജനങ്ങൾക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കും. ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളില്ലാതെ ഭയരഹിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഏതൊരു ജനാധിപത്യ സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണ്. ഈ കേസിന്റെ പരിണാമം കേരളത്തിലെ ബ്യൂറോക്രസിയുടെ ആത്മവിശ്വാസത്തെയും ഭാവിയെയും നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാർട്ടിക്ക് അതീതമായി സ്ഥാപനപരമായ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കുക എന്നതാണ് ഇവിടെ പ്രധാനം. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കുക എന്ന ജനാധിപത്യ മൂല്യത്തിനാണ് മുൻഗണന നൽകേണ്ടത്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന പതിവ് ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴും കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം ഉറപ്പാക്കാൻ സ്വതന്ത്രമായ മേൽനോട്ടം അത്യാവശ്യമാണെന്ന വാദത്തിന് ഈ നീക്കം ബലമേകുന്നു. കേവല ചർച്ചകൾക്കപ്പുറം ഭരണകൂട സുതാര്യത ഉറപ്പാക്കാനുള്ള നിയമപരമായ തിരുത്തലുകളാണ് ഇവിടെ സംഭവിക്കേണ്ടത്. മാറിമറിയുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും നയപരമായ തീരുമാനങ്ങളും കൃത്യമായി മനസ്സിലാക്കുക എന്നത് ബോധമുള്ള ഒരു പൗരന്റെയും കടമയാണ്. കാരണം ഇത്തരം നിയമപരമായ കീഴ്വഴക്കങ്ങളാണ് നാളത്തെ ഭരണ സംവിധാനത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത്. ഈ വിഷയത്തിൽ VD സതീശൻ സർക്കാരിന്റെ തീരുമാനത്തെയും CPMന്റെ എതിർപ്പിനെയും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? CBI അന്വേഷണം കേസിന് പൂർണ്ണമായ നീതി നൽകുമോ? നിങ്ങളുടെ നിർണായകമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ജനാധിപത്യ സംവാദം കൂടുതൽ സജീവമാക്കുക.